ഹലോ, ഹലോ. നമസ്കാരം ആൻറ്റി. എന്തോ പേരെങ്ങനെയാ? അൽഫോൺസ. എവിടെയാ വീട്? അങ്കമാലി. അങ്കമാലി. എവിടെയാണ്? വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇല്ല. ഹൗസ് വൈഫാണ്. അങ്കിളാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? അതെ. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എക്സ്റേ ടെക്നീഷ്യനാണ്. ഓക്കെ. ഇൻചാർജാണ്. ശരി. ആൻറ്റിക്ക് എന്തൊക്കെ അസുഖങ്ങളായിട്ടായിരുന്നു വന്നത്? വർഷങ്ങളായിട്ട് എനിക്ക് തലവേദനയും ശ്വാസം മുട്ടുമായിരുന്നു. ഇപ്പൊ ഇവിടെ വന്ന് ഞങ്ങൾ പല ഡോക്ടർമാരെയും കണ്ടു, ഒരു കുറവുമില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്ന് സാറിന്റെ വീഡിയോ കോള് കണ്ട് ഇവിടെ വന്ന് ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചപ്പോൾ തുടങ്ങി എനിക്ക് ഒരു കുഴപ്പമില്ല, ഒരു അസുഖമില്ല, 100% മാറിയെന്ന് വേണം പറയാൻ. ഒത്തിരി സന്തോഷം. ഞാൻ ഒത്തിരി താങ്ക്സ് പറയണം. തുമ്മല്, കണ്ണ് ചൊറിച്ചില് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? തുമ്മലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തലവേദന, കണ്ണ് ചൊറിച്ചില്, പിന്നെ ഓരോ ഉറക്കം കഴിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടും, അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അതെല്ലാം നന്നായിട്ട് കുറഞ്ഞു. ഇപ്പൊ ശ്വാസം മുട്ടും ഇല്ല, തലവേദന ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ തലവേദന ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് തല കുളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ തലവേദനയാണ്. പിന്നെ രാവിലെ ഒരു 9 മണിക്ക് തലവേദന തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ആവണം എനിക്ക് തലവേദന മാറില്ലെങ്കിൽ. ഈ സൈനസൈറ്റിസിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ ഉള്ളിലെ എയർ പോക്കറ്റ്സിൽ കഫം തങ്ങി നിന്നിട്ടേ അത് ആണ് തലവേദന ഉണ്ടാക്കുന്നത്. അതിന് നമ്മളൊരു നേസൽ ലാവേജും ചെയ്തായിരുന്നു ആ കഫം പുറത്തു പോകാനായിട്ട് അല്ലേ? അതുപോലെ ആ നേസൽ സ്പ്രേയും പിന്നെ സിറപ്പും, കഫ് സിറപ്പും ഒരുപാട് ഗുണം ചെയ്തു എന്ന് പറഞ്ഞു. എനിക്ക് ആ സ്പ്രേ ഒത്തിരി ഗുണം ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ വാക്സിനേഷൻസും ഇഞ്ചക്ഷൻസ് 2 എടുത്തിരുന്നു അല്ലേ? ഇനിയിപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് അലർജി കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനുള്ള ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അലോപ്പതി ട്രീറ്റ്മെൻ്റ് ആണ്. ഇതിൽ നമ്മൾ കെമിക്കൽ മരുന്നുകളൊന്നും അല്ല ഉപയോഗിക്കുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള ആൻറ്റിജൻ എക്സ്ട്രാക്ട് പ്രോട്ടീൻ ഡ്രോപ്സ് ആയിട്ട് നമ്മൾ നാവിനടിയിൽ ഇറ്റിക്കുവാണ്. സബ് ലിംഗ്വൽ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയും. സ്ലിറ്റ് എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. നിങ്ങൾ ഗൂഗിളിലൊക്കെ അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. അപ്പം ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ തന്നെ ഉപയോഗപ്പെടുത്തി അലർജി കംപ്ലീറ്റ് ആയിട്ട് ഡീസെൻസിറ്റൈസ് ചെയ്തെടുക്കുന്ന ട്രീറ്റ്മെൻറ്റാണ്. ഇങ്ങനെ ചെയ്തെന്നാൽ മാത്രമേ അലർജി കംപ്ലീറ്റ് ആയിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ ഇത് ലൈഫ് ലോങ് നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. മക്കൾ ഓസ്ട്രേലിയയിലാന്ന് പറഞ്ഞല്ലേ? മോനും ഈ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ഇഷ്യൂ ഉണ്ട്. അതും ഈ അലർജി ആയിട്ട് റിലേറ്റഡ് ആകാം. നമുക്ക് പറ്റാത്ത ഫുഡ് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ആമാശയത്തിലും കുടലിനുള്ളിലുമൊക്കെ ചുവന്ന് തിണർത്ത് വരിക, അൾസേഴ്സ് ആയിട്ട് വരിക, അത് തന്നെ ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ആൾക്ക് ഈ മുളക് പൊടി, ചുവന്ന മുളക് പൊടിയൊക്കെയാണ് കൂടുതൽ. അങ്ങനെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലേ? പിന്നെ പാൽ ഉൽപ്പന്നങ്ങൾ അതൊന്നും പറ്റണില്ല. എന്തായാലും ആളും ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കിത് ചെയ്യാം. ആൻറ്റിയുടെ നമ്പർ ഒന്ന് പറയാമോ? ഫോൺ നമ്പർ ഒന്ന് പറയാമോ? 9946545142. ഓക്കെ. അപ്പോൾ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ. ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 8877 116672 എന്നുള്ള നമ്പറിൽ വാട്സപ്പിലൊന്ന്